കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ ശ്രീ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ രാമായണം പറയുന്നിടത്ത് എപ്പോഴും ഹനുമാൻ ഉണ്ടെന്ന് സങ്കല്പിക്കണം എന്ന് പറയാറുണ്ട്. അവിടെ ഒരു പീഠത്തുമ്പിൽ ഹനുമാനും ഇരിക്കുന്നുണ്ട്. എപ്പോഴാ രാമായണം പറയുന്നുണ്ടെങ്കിലും ഹനുമാൻ വന്നിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഹനുമാനുള്ള ഒരു ശ്ലോകം കൂടി ഒപ്പം ചെല്ലണത്. കാരണം ഹനുമാൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹനുമാനെയും കൂടി വന്ദിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണത് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ പിന്നെ ശ്രീപാർവതി ശിവനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. അപ്പം ഇന്ന് പാർവതി ഉവാചയാണ് കേട്ടോ. പാർവതി ശ്രീരാമ തത്വം എന്താണെന്ന് ചോദിക്കുകയാണ്. അതന്നെ ഇതേപോലെ തന്നെയാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലും പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് 7ാമത്തെ ശ്ലോകം ചെയ്യാം. നമോസ്തു തേ ദേവ ജഗന്നിവാസ സർവാത്മദൃക് ത്വം പരമേശ്വരോസി പൃച്ഛാമി തത്വം പുരുഷോത്തമസ്യ സനാതനം ത്വം ച സനാതനോസി. എന്താ ചോദിക്കണം അറിയോ? ദേവാ, ഹേ ജഗത്തിൽ മുഴുവൻ വസിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഹേ ദേവ, ജഗന്നിവാസാണ്. അല്ലെങ്കിൽ ലോകം തന്നെ വാസസ്ഥാനമായിട്ട് എടുത്ത ഭഗവാനെ, അല്ലെങ്കിൽ എല്ലാ ദിക്കും നിറഞ്ഞു നിൽക്കുന്നവനെ എന്നൊക്കെ ആവാം. തേ നമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ത്വം, അങ്ങ് സർവാത്മദൃക്, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ബ്രഹ്മത്തെ എപ്പോഴും കാണുന്നവനാണ്. സർവാത്മദൃക്, എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ആ പരബ്രഹ്മത്തിനെ കാണുന്നവനും. പരമേശ്വര അസി, എല്ലാവരുടെയും ഈശ്വരനാകുന്നു. പുരുഷോത്തമൻ്റെ അതായത് സനാതനം ഉപാധിരഹിതമായി, അതായത് സനാതനം പറഞ്ഞു വെച്ചാൽ എന്നുള്ളത്. തത്വത്തെ പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു. അതായത് ഭഗവാന്റെ അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെ വിഷ്ണു രൂപം കൊണ്ടിരിക്കണ ആ ഭഗവാന്റെ തത്വത്തെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്താ പറഞ്ഞു വെച്ചാൽ ആദ്യം ശ്രീപാർവതി ശിവനെ നമസ്കരിച്ചു. എന്നിട്ട് പറയാണ്, അങ്ങക്ക് ആത്മസ്വരൂപമായിട്ടിരിക്കണ ബ്രഹ്മത്തിനെ കാണാൻ സാധിക്കണ ആളാണ് അങ്ങെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സർവപുരുഷന്മാരിലും വെച്ചും ഉത്തമനായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ, അതായത് ബ്രഹ്മം പോലെ തന്നെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാത്ത ആ പരമതത്വം എന്താ, ശ്രീരാമതത്വം എന്താന്ന് ഞാൻ അങ്ങയോട് ചോദിക്കണു. അങ്ങും അതുപോലെ തന്നെ എന്നും ഉള്ള ഒരു ശക്തിയാണല്ലോ. അതുകൊണ്ട് അങ്ങന്ന് ആ ശ്രീരാമതത്വം അറിയുന്ന എനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ആ തത്വം ഉപദേശിച്ചു തരൂ എന്ന് പറയുകയാണ്. അതായത് സർവം ഖല്വിതം ബ്രഹ്മ എന്ന ആ ഒരു ശ്രുതിയിൽ ഇതുണ്ടല്ലോ, ആ മഹാവാക്യം, ആ വാക്യം പോലെ തന്നെയാണ്. കാരണം ആത്മരൂപേണ എല്ലാവരുടെ ഉള്ളിലും വിളങ്ങണത് ഏതാണ്? ആ പരബ്രഹ്മം തന്നെയാണ് അല്ലേ, എല്ലാവരുടെയും ഉള്ളിലത്തെ ചൈതന്യമായിട്ട് വിളങ്ങണത്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആ തത്വം, ആ നമ്മൾ തന്നെ എപ്പോഴാണ് ആ ബ്രഹ്മമായി തീരുന്നത്? അത് മാത്രമേ എന്നും ശാശ്വതമുള്ളൂ അല്ലേ. ഈ ശരീരമൊന്നും ശാശ്വതമല്ലല്ലോ. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ശാശ്വതമാണ്. അപ്പം നമ്മളെ അജ്ഞാനം, സാധാരണ നമുക്കിപ്പോൾ ഞാൻ ദേഹമാണെന്ന വിചാരം, ആ അജ്ഞാനം നീങ്ങി ഞാൻ ബ്രഹ്മമാണ് എന്ന് തോന്നുന്നതാണല്ലോ ജ്ഞാനം. ആ ജ്ഞാനം സനാതനാണ് എന്നുള്ളതാണ്, സത്യമാണ്, നിത്യമാണ്. അങ്ങനത്തെ ആ സത്യത്തിന്, ആ ജ്ഞാനം തന്നെ പറയാം, ആ രാമതത്വത്തിനെയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കണത് എന്ന് പറയുകയാണ്. അതായത് ശരിക്കും ജ്ഞാനം ഉപദേശിക്കുമെന്ന് തന്നെ പറയണത്. അപ്പോൾ അത് എന്താ വെച്ചാൽ ഈ ശ്രീപാർവതി ചോദിക്കണത് എന്താ അറിയോ? ശ്രീരാമൻ്റെ തത്വരഹസ്യത്തിനെ എനിക്ക് ഉപദേശിക്കുമെന്നാണ്.
അപ്പോൾ ഈ ചോദ്യത്തിന് ഇതിനെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താ പറയുക, ശ്രീരാമൻ ഒരു വ്യക്തിയല്ല, ഒരു തത്വമാണ് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു വ്യക്തിയെന്ന് പറയുമെങ്കിലും ശരിക്കും തത്വമാണ്, ജ്ഞാനസ്വരൂപനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഒന്നും കൂടിയും പറയണതേ. രാമൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാച്ചാൽ രാമതത്വമാണ്. അത് നമ്മളെ അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് അജ്ഞാനം നീങ്ങാൻ അറിഞ്ഞിരിക്കേണ്ട പരമതത്വത്തെ കൂടിയാണ് രാമനിൽ കൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യനായും മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ കൂടിയും അത് പറഞ്ഞാൽ നമുക്ക് അധികം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നമുക്കിങ്ങനെ ശ്രീരാമ കഥയായിട്ട് പറഞ്ഞു തരുന്നത്. ശരിക്കും ശ്രീരാമൻ തത്വമാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനാണ് ശ്രീരാമൻ മനുഷ്യനായി അവതരിച്ച്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് അങ്ങനെ എന്ന് പറയണത് തന്നെ നമ്മളേക്ക് അങ്ങനെ പറഞ്ഞു തരാനാണ് അത് നമുക്ക് ചെയ്യണത്. അപ്പോൾ പാർവതി ദേവി ഈ ശ്രീരാമതത്വം ചോദിക്കണത് തന്നെയാണ് ഇതിൽ എന്താ പറയുക, കിളിപ്പാട്ടിലും എഴുത്തച്ഛനും പറഞ്ഞാണ്. ആക്ച്വലി എങ്ങനെയാ വെച്ചാൽ ശിവൻ പാർവതിക്ക് വിവരിച്ചു കൊടുക്കുകയാണല്ലോ രാമായണം. അത് എഴുത്തച്ഛൻ ഒരു കിളിയെക്കൊണ്ട് പാടിക്കുന്നത് കൊണ്ടാണ് കിളിപ്പാട്ടെന്ന് പേര് വന്നത്. ഉമാമഹേശ്വര സംവാദം തന്നെയാണ്, അതൊരു കിളിയെക്കൊണ്ട് പാടിക്കണ പോലെയാണ് എഴുത്തച്ഛൻ പറയുന്നത്. അതുകൊണ്ടാണ് കിളിപ്പാട്ടെന്നുള്ള ഒരു പേരന്നെ അതിന് വന്നത്. അതാണ്. അപ്പോൾ നോക്കൂ, ഇതിൽ അത് എത്ര ഇതായിട്ടാ നോക്കൂ. സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. എന്താ ചോദിച്ചത്? സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ, അത്യന്തം രഹസ്യമം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം, ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. അത് അങ്ങ് ഉപദേശമൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. അപ്പം എനിക്ക് പറഞ്ഞു തരും. എന്താ? ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരൂവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു, കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമ ദേവതത്വം ഉപദേശിച്ചിടണം. കണ്ടോ? അതന്നെ തത്വോപദേശിക്കണം തന്നെയാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ അതന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ നമുക്ക് 7 വായിച്ച് നമുക്ക് 8ലേക്ക് പോവാം. നമോസ്തുതേ ദേവ ജഗന്നിവാസ സർവാത്മദൃക് ത്വം പരമേശ്വരോസി, പൃച്ഛാമി തത്വം പുരുഷോത്തമസ്യ സനാതനം ത്വം ച സനാതനോസി. ഇനി 8. ഗോപ്യം യദത്യന്തമനന്യവാച്യം വദന്തി ഭക്തേഷു മഹാനുഭാവാഃ, തദപ്യഹോഹം തവ ദേവ ഭക്താ പ്രിയോസി മേ ത്വം വദ യത്തു പൃഷ്ടം. യാതൊന്ന് അത്യന്തം ഗോപ്യം, അല്ലേ? അത്ര രഹസ്യമായിട്ടുള്ളത്. അത് പറഞ്ഞല്ലോ, ഇതിലും പറഞ്ഞില്ലേ? അത്യന്തം രഹസ്യമം വസ്തു എന്നിരിക്കലെന്ന്. അതാണ് വളരെ രഹസ്യമായ അനന്യവാച്യം. അതായത് ഭക്തി ഇല്ലാത്തവരോട് പറയാൻ പാടില്ലാത്തത് അനന്യവാച്യാണ്. അനന്യഭക്തിയുള്ളവരോടെ പറയാവൂ. അഹോ ആശ്ചര്യം തദ് അഭി, അതിനെയും മഹാനുഭാവന്മാർ ഭക്തേഷു വദന്തി, ഭക്തന്മാരിൽ പറയുന്നു. അഹം ഞാൻ തവ ഭക്ത, അങ്ങയുടെ ഭക്തയാകുന്നു. ഭക്തന്മാർക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഭക്തയാണ്, ശ്രീരാമൻ ഭക്തയാണ്, ശിവൻ്റെ ഭക്തയാണ്. ത്വം മേ പ്രിയ അസി, നിന്തിരുവടി എൻ്റെ പ്രിയനുമാകുന്നു. ദേവാ, ഹേ ദേവാ, യദ് തു പൃഷ്ടം, യാതൊന്ന് ഞാൻ ചോദിച്ചുവോ തദ്വദ, അതിനെ പറഞ്ഞാലും. അപ്പം എന്താ പറയണേ ശ്രീ പാർവതീച്ചാൽ? വളരെ രഹസ്യവും ഭക്തിയില്ലാത്തവരോട്, അനന്യഭക്തിയില്ലാത്തവരോട് പറയരുതാത്തതും ആയ അതിനെ
മഹാത്മാക്കളൊക്കെ ഭക്തന്മാരോട് പറയും, ഭക്തന്മാരല്ലാത്തവരോട് പറയരുത്, ഭക്തന്മാരോട് പറയും. അതുകൊണ്ട് അവർക്ക് ഭക്തന്മാരോട് പറയണ വലിയ സന്തോഷമാണ് മഹാത്മാക്കളൊക്കെ. എന്നാൽ ഞാനിവിടെ അങ്ങയുടെ വലിയ ഭക്തയാണ്, ശ്രീരാമൻ്റെയും ഭക്തയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ഞാൻ ശ്രീരാമതത്വം അറിയണം എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ നടത്തിയല്ലോ, അതെനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാണ് ആര്? ശ്രീപാർവതി. ഗോപ്യം യദത്യന്തമനന്യവാച്യം വദന്തി ഭക്തേഷു മഹാനുഭാവാഃ തദപ്യഹോഹം തവ ദേവ ഭക്താ പ്രിയോസി മേ ത്വം വദയത്തു പൃഷ്ടം. ഞാൻ ചോദിച്ചത് പറയണേ. 9. ജ്ഞാനം സവിജ്ഞാനമഥാനുഭക്തി വൈരാഗ്യയുക്തം ച മിതം വിഭാസ്വത് ജാനാമ്യഹം യോഷിതപി ത്വദുക്തം യഥാ തഥാ ബ്രൂഹി തരന്തിയേന. എന്താണ് എന്തൊരു പറയണെന്ന് വെച്ചാൽ, യോഷിത് അബി അഹം, ഞാൻ സ്ത്രീയാണെച്ചാലും, ശ്രീപാർവതിയല്ലേ പറയണേ, അപ്പോൾ സ്ത്രീയാണല്ലോ, ഞാൻ സ്ത്രീയാണെങ്കിലും ത്വദുക്തം, അങ്ങയാൽ പറയപ്പെട്ട സവിജ്ഞാനം, വളരെ വിജ്ഞാനജനകമായ അനുഭക്തി, അനന്തരം ഭക്തിയെ അനുസരിച്ച് വൈരാഗ്യയുക്തം, വൈരാഗ്യത്തോടുകൂടി, മിതം, അതായത് വളരെ മിതമായിട്ടുള്ള നല്ല സംയമനത്തോടെ, വിഭാസ്വത്, ശ്രവണം ചെയ്ത്, അതായത് ശ്രവണം ചെയ്യുമ്പോൾ നല്ല സംയമനത്തോടുകൂടി ശ്രവിച്ചാൽ ജ്ഞാനത്തെ യഥാ ജാനാമി, ഏത് വിധായാലാണ് ജ്ഞാനം ഉണ്ടാവുക, തഥാ ബ്രൂഹി, അതുപോലെ പറയുന്നു. എന്താ പറയുക വെച്ചാൽ, ഏത് തത്വത്തെ അറിഞ്ഞാലാണ് പിന്നെ എനിക്ക് ജ്ഞാനം ഉദിക്കുക, എന്നിട്ട് പിന്നെ എനിക്ക് ഈ ജനന മരണ ചക്രത്തിൽ, സംസാര ചക്രത്തിൽ തിരിയേണ്ട ഇട വരാതിരിക്കുക, അല്ലെങ്കിൽ ഏത് കഥ കേട്ടാലാണ്, അല്ലെങ്കിൽ ഏത് തത്വം അറിഞ്ഞാലാണ് എനിക്ക് പുനരാവൃത്തിരഹിതമായ മോക്ഷം ലഭിക്കുക, ആ അറിവ് എനിക്ക് എങ്ങനെ പറഞ്ഞാൽ, ഒരു സ്ത്രീയായ എനിക്ക്, ഇപ്പം സ്ത്രീക്ക് സ്ത്രീയുടെ പരിമിതികളുണ്ടാവും, പുരുഷൻ്റെ പരിമിതികളുണ്ടാവുമല്ലോ, ഒരു സ്ത്രീയായ എനിക്ക് ഏത് തത്വം അറിഞ്ഞാലാണ് പുനരാവൃത്തിരഹിതമായ മോക്ഷം ഉണ്ടാവുക, അത് ഒരു സ്ത്രീയായിട്ടുള്ള എനിക്ക് പിന്നെ ഏത് വിധത്തിൽ പറഞ്ഞാലാണ് ഉണ്ടാവുക വെച്ചാൽ, എന്നിട്ട് ഭക്തി ഉണ്ടായി വൈരാഗ്യം ഉണ്ടാവുക, അതേപോലെ എനിക്ക് പറഞ്ഞു തരൂ. അത് ഞാൻ ശ്രദ്ധയോടുകൂടി കേട്ടാൽ എനിക്ക് അതിന് ജ്ഞാനം ഉദിച്ചിട്ട് എനിക്ക് വൈരാഗ്യം വന്ന് എനിക്ക് മോക്ഷം ലഭിക്കണം. അത് ഏത് തരത്തിലാണ് ഞാൻ ഒരു സ്ത്രീയായ എനിക്ക് ഏത് വിധത്തിലാണ് അത് മനസ്സിലാവുക, ഏത് വിധത്തിലാണ് അത് മനസ്സിലായിട്ട് ഉൾക്കൊണ്ട് എനിക്ക് ജ്ഞാനം ഉദിക്കാൻ പറ്റുക, അതേ തരത്തിൽ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയണത്. അതായത് ഈ ആത്മാവിനെ, ഞാൻ ആത്മാവാണ് എന്ന് അറിയുന്നതിനെയാണ് ഇപ്പോൾ ഇവിടെ ജ്ഞാനെന്ന് പറഞ്ഞത്. അപ്പം അതറിഞ്ഞാൽ പിന്നെ ദേഹാഭിമാനം ഇല്ലാണ്ടേ പോവുമല്ലോ, നമ്മുടെ അജ്ഞാനം നശിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ദേഹത്തിനെ സംബന്ധിക്കുന്നതിലൊക്കെ വൈരാഗ്യം വരും. അതാണ് ഭക്തിയുടെ ഒരു ഗുണം. ഭക്തി കൊണ്ട് പതുക്കെ മനസ്സ് ശുദ്ധമായിട്ട് ഞാൻ ആത്മാവാണ്, ഈ ദേഹമല്ല എന്നുള്ള ബോധം വരും. അപ്പം പിന്നെ നമുക്ക് ഈ ദേഹത്തിനോടും ദേഹത്തിനെ സംബന്ധിക്കുന്നത് എല്ലാറ്റിനോടും വൈരാഗ്യം വരുമല്ലോ. അതാണ് എനിക്കിപ്പോൾ ആഗ്രഹം. ഇങ്ങനത്തെ ഈ ആനന്ദം അനുഭവിക്കാൻ, അതായത് അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ഞാൻ ആ ബ്രഹ്മം തന്നെയാണെന്നുള്ള അനുഭവം എനിക്ക് ഉണ്ടാക്കി തരാൻ ഏത് വിധത്തിലാണോ അത് കേട്ടാൽ, ഏത് വിധത്തിലുള്ളത് പറയുമ്പോൾ കേട്ടാലാണോ എനിക്കത് ഉദിക്കുക ജ്ഞാനം, അത്തരത്തിൽ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയണത്. അപ്പോൾ ശ്രീപാർവതി അവനവൻ്റെ പരിമിതികളൊക്കെ നല്ലോണം അറിഞ്ഞിട്ട് എനിക്കെങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക, എനിക്കെങ്ങനെ പറഞ്ഞാലാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക, എന്നിട്ട് എനിക്ക് ഭക്തി വർദ്ധിച്ച് വൈരാഗ്യം എങ്ങനെയാണ് വരിക, എന്നിട്ട് എനിക്ക് പുനരാവൃത്തിരഹിതമായ മോക്ഷം എങ്ങനെയായാലാണ് ലഭിക്കുക, അപ്രകാരം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ശ്രീപാർവതി ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക്
9 വായിച്ചിട്ട് 10ലേക്ക് പോവാം. ജ്ഞാനം സവിജ്ഞാനമഥാനുഭക്തി വൈരാഗ്യയുക്തം ച മിതം വിഭാസ്വത് ജാനാമ്യഹം യോഷിതപി ത്വദുക്തം യഥാ തഥാ ബ്രൂഹി തരന്തിയേന. ഇനി 10. പൃച്ഛാമി ചാന്യച്ച പരം രഹസ്യം തദേവ ചാഗ്രേ വദവാരിജാക്ഷ ശ്രീരാമചന്ദ്രേഖിലലോകസാരേ അഖിലലോകസാരേ ശ്രീരാമചന്ദ്രേഖിലലോകസാരേ ഭക്തിർദൃഢാ നൗർഭവതി പ്രസിദ്ധ. വാരിജാക്ഷ മീൻസ് താമരയുടെ ഇതള് പോലത്തെ കണ്ണുകൾ ഉള്ളവനെ. പരം രഹസ്യം അതിരഹസ്യമായിട്ടുള്ള അന്യദിച്ച ഒരു കാര്യം കൂടി പൃച്ഛാമി ഞാൻ ചോദിക്കട്ടെ. ശ്രീരാമതത്വം മാത്രമല്ല, തദേവ അതിനെ തന്നെ അഗ്രേവ ആദ്യമായി പറയൂ. അഖിലലോകസാരെ ഈ സമസ്ത ലോകത്തിൻ്റെയും സാരമായ ശ്രീരാമചന്ദ്രനിൽ ഭക്തി ദൃഢാനൗ ഉറപ്പ് നല്ല ദൃഢമായ ഭക്തി ഉണ്ടാവാൻ ഭവതി ഇതി പ്രസിദ്ധ ഭവിക്കുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ. അതെന്താ അറിയോ? പിന്നെ ചോദിക്കണ, ഹേ താമര ഇതൾ പോലുള്ള കണ്ണുള്ള ഹേ ഭഗവാനെ, എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ പരമാത്മസ്വരൂപനായിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തി കൊണ്ട് ഈ സംസാര സാഗരം തരണം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനോടുള്ള ഭക്തി ഈ സംസാര സാഗരം തരണം ചെയ്യാനുള്ള ഒരു കപ്പലാണെന്ന് പ്രസിദ്ധമാണ്. അത് പ്രസിദ്ധമാണ്. ശ്രീരാമചന്ദ്രൻ്റെ ഈ തത്വം ഈ സംസാര സാഗരത്തിന് നമ്മളെ മുറിച്ച് കടക്കാനുള്ളൊരു കപ്പലായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് അതറിഞ്ഞിട്ട് എനിക്ക് ഈ സംസാര സാഗരത്തിനെ എങ്ങനെ കടക്കുന്നുള്ളതെന്ന് പറഞ്ഞു തരൂ. അത് കപ്പലാണെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട് ശ്രീരാമ ഭക്തി. അപ്പോൾ എനിക്ക് ഭക്തി ഉണ്ടാക്കാൻ തക്കണ്ണം പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? അതാണ് പറയണത്. ഈ സകല ലോകത്തിൻ്റെ പരമാത്മസ്വരൂപനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ കുറിച്ചുണ്ടാകുന്ന ആരുടെ ഉള്ളിലാണോ ആ ഭക്തി ഉണ്ടാവണം, അവർക്ക് ഈ സംസാര സമുദ്രം കടപ്പാൻ എളുപ്പമാണ്. ആ ഭക്തിൻ്റെ ഒരു കപ്പൽ പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. പൃച്ഛാമി ചാന്യച്ച പരം രഹസ്യം തദേവ ചാഗ്രേ വദ വാരിജാക്ഷ. വദവൻ പറഞ്ഞാലും ശ്രീരാമചന്ദ്രേഖിലലോകസാരേ ഭക്തിർദൃഢ നൗർ ഭവതി പ്രസിദ്ധ. അത് പ്രസിദ്ധമാണ്. ഇനി 11. ഭക്തി പ്രസിദ്ധ ഭവമോക്ഷണായ നാന്യത്തതഃ സാധനമസ്തി കിഞ്ചിത് തഥാഭിഹൃൽ സംശയബന്ധനം മേ വിഭേത്തുമർഹസ്യമലോക്തിഭിസ്ത്വം. ഭവമോക്ഷണായ, അതായത് ഈ സംസാരത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട് ഭക്തി പ്രസിദ്ധ, ഭക്തിയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പ്രസിദ്ധമാണ്. തതഃ അന്യത്, അതിൽ നിന്ന് വേറെ കിഞ്ചിത് സാധന ന അസ്തി. ഭക്തി പോലെ ഈ സംസാരത്തിൽ നിന്നുള്ള മോചനത്തിന് വേറൊന്ന് അതുപോലെ അത്ര ഉപയോഗപ്രദമായിട്ട് വേറെ ഭക്തി പോലെ, ഭഗവാനിലുള്ള ഭക്തി പോലെ ഈ സംസാരമോചനത്തിന് ഉപയോഗപ്രദമായിട്ട് മറ്റൊന്നുമില്ല. തഥാ അഭി എന്നിരിക്കലും മേ ഹൃൽ സംശയബന്ധനം, എൻ്റെ ഹൃദയത്തിൽ ഒരു സംശയം അമലോക്തിഭിഹി, അതായത് അതായത് അങ്ങയുടെ നല്ല മധുരമായ വാക്കുകളാൽ അല്ലെങ്കിൽ പരിശുദ്ധമായ വാക്കുകളാൽ വിഭേത്തു നിശേഷം നശിപ്പിക്കുവാൻ ത്വമർഹസി, അങ്ങ് അർഹിക്കുന്നു. മീൻസ് അങ്ങ് അതൊന്ന് എൻ്റെ സംശയം, അതായത് സംസാര സമുദ്രത്തിനെ കടക്കാൻ ഉള്ള ഏറ്റവും, അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള വസ്തു ഭക്തിയാണ്. വേറൊരു സാധനം കൊണ്ടും അത് ഇത്ര എളുപ്പത്തിലും ഇത്ര സുഖമായിട്ടും ഇത്ര
ആസ്വാദ്യകരമായിട്ട് സാധിക്കില്ല എന്ന് പ്രസിദ്ധമാണ്. എന്നാലും എനിക്കിപ്പോഴും ആ സംശയം അതന്നെയാണ്, ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ പരമസാധനം എന്ന് എനിക്കിപ്പം മുഴുവനെ ബോധ്യമായിട്ടില്ല. എനിക്കിപ്പോഴും ചെറിയ സംശയമുണ്ട്. ആ സംശയത്തിന് അങ്ങയുടെ പരിശുദ്ധമായ വാക്കുകളെ കൊണ്ട് ദൂരീകരിച്ചാലും പ്രസിദ്ധമാണ്. ശ്രീരാമചന്ദ്രനുള്ള ഭക്തി കൊണ്ട് ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ അതേ ഉള്ളൂ വഴി, അതുപോലെ നല്ലൊരു വഴിയില്ല എന്ന് പ്രസിദ്ധമാണ്. പക്ഷേ എനിക്കത് 100% ബോധ്യമായിട്ടില്ല. അപ്പം അങ്ങയുടെ നിർമ്മലമായ വാക്കുകളെ കൊണ്ട് എനിക്കത് 100% ബോധ്യമാക്കി തരൂ എന്ന് പറയണം. ഭക്തി പ്രസിദ്ധാഭവമോക്ഷണായ നാന്യത്തത സാധനമസ്തി കിഞ്ചിൽ തഥാപി സംശയബന്ധനം മേ വിഭേത്തുമർഹസ്യം അമലോക്തിഭിസ്ത്വം. ശ്രീ പാർവതി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് അല്ലേ. അവനൊന്ന് സംശയമുണ്ട്, അത് പറഞ്ഞു തരൂ, എനിക്കിപ്പോൾ അത് മുഴുവൻ ബോധ്യമായിട്ടില്ലെങ്കിൽ എനിക്കത് മുഴുവൻ പറഞ്ഞു തരൂ എന്ന് വളരെ 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 വിനയത്തോടാണെങ്കിലും സത്യം തുറന്നു പറയുന്നുണ്ട് അല്ലേ. അതായത് ഇത് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അനുഭവമാവണമല്ലോ. അതാണ് പറയണത്. ഭക്തി തന്നെയാണ് മുഖ്യ സാധനം എന്ന് പ്രസിദ്ധമാണെങ്കിലും ഇപ്പം ശ്രീരാമൻ ഇങ്ങനെ സീത പോയിട്ട് ദുഃഖിച്ചു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ രാമായണത്തിൽ. അപ്പം ഈ ശ്രീരാമൻ ഈശ്വരൻ തന്നെയായിട്ട് എന്തിനെ ദുഃഖിച്ച, അങ്ങനെ പല സംശയങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് അങ്ങനത്തെ ശ്രീരാമൻ്റെ കഥയിലത്തെ പല സംശയങ്ങളും എനിക്ക് ദൂരീകരിച്ച് തരൂ എന്ന് പറയുകയാണ്. അതായത് ശ്രീരാമ തത്വം അറിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനത്തെ ശരിക്കും അറിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ശ്രീരാമൻ ഈശ്വരൻ്റെ അവതാരമാണെങ്കിൽ എന്തിനാണ് സീതയെ ഉപേക്ഷിച്ചപ്പോൾ എന്തിനാ അത്ര വിരഹ ദുഃഖം അനുഭവിച്ച, ഇങ്ങനെയൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അധ്യാത്മരാമായണം വായിച്ചു കഴിഞ്ഞാൽ മാറണം. അതാണിപ്പോൾ ശ്രീപാർവതി പറയണത്. അത് വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. 12. അപ്പോൾ നമ്മൾ 11 വായിച്ചിട്ട് 12. ഓക്കെ. ഭക്തി പ്രസിദ്ധാഭവമോക്ഷണായ നാന്യത്തത സാധനമസ്തി കിഞ്ചിൽ തഥാപി സംശയബന്ധനം മേ വിഭേത്തുമർഹസ്യമലോക്തിഭിസ്ത്വം. ഇനി 12. വദന്തി രാമം പരമേകമാദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം ഭജന്തി ചാഹർനിശം അപ്രമത്താഃ പരംപദം യാന്തി തഥൈവ സിദ്ധാഃ. എന്താ സംശയം എന്ന് ഒന്നും കൂടി ക്ലിയർ ആക്കണം കേട്ടോ. രാമനെ ഏകം അദ്വിതീയവും രണ്ടാമതൊന്നും ഇല്ലാത്തവനും ആദ്യം എല്ലാറ്റിൻ്റെയും മൂലകാരണവും നിരസ്തമായ ഗുണസംപ്രവാഹം, അതായത് മായയിലത്തെ ഗുണങ്ങളിൽ നിന്നും അതീതനും, അതിൽ ബിയോണ്ട് മായ എന്നർത്ഥം. മായാഗുണങ്ങളിൽ നിന്നും അതീതനും പരമതത്വവുമായിട്ട് വദന്തി പറയുന്നു. ശ്രീരാമൻ ബ്രഹ്മം തന്നെയാണെന്നാണ് പറയണത് അല്ലേ. ഭജന്തി ച ഭജിക്കുകയും ചെയ്യുന്നു. അപ്രമത്താഹ, അതായത് അജ്ഞാനം ഇല്ലാത്തവരും സിദ്ധാഹ തത്വം അറിഞ്ഞവരും തഥാ ഏവ അപ്രകാരമുള്ള ഭജനത്താൽ തന്നെ പരംപദം യാന്തി പരമപദത്തെ പ്രാപിക്കുന്നു. എന്താ വെച്ചാൽ ലോകത്തിൻ്റെ ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ അദ്വൈത ശക്തി തന്നെയാണ്. പിന്നെയോ മായയുടെ ഗുണങ്ങൾക്കൊക്കെ അതീതനാണ്, പരമാത്മസ്വരൂപിയാണ്. ഒക്കെ മഹാന്മാർ പറയുന്നുണ്ട്. ശ്രീരാമൻ പിന്നെ പരമാത്മാവ് തന്നെ രൂപമെടുത്ത് വന്നതാണെന്ന് പറയുന്നുണ്ട്. മായാഗുണങ്ങൾക്ക് അതീതനാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ശ്രീരാമനിൽ പരമഭക്തി ഉണ്ടായാൽ അജ്ഞാനം നശിച്ച് ആത്മസാക്ഷാത്കാരം ലഭിക്കും എന്നും മഹാന്മാർ പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്, മഹാന്മാർ ഇതൊക്കെ പറയുന്നുണ്ട്. ഈ സംശയത്തിന് ഇനി അടുത്ത ശ്ലോകത്തിലൊക്കെ എന്താ സംശയം എന്നുള്ളത് നല്ലോണം പിന്നെ ക്ലിയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ആ സംശയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് മഹാത്മാക്കളൊക്കെ പറയണത് എന്താ, ഭഗവാൻ ശ്രീരാമൻ പരബ്രഹ്മസ്വരൂപിയാണ്, മായാഗുണങ്ങൾക്ക് അതീതനാണ്, അതായത് രാഗദ്വേഷാദി ഈ ഷഡ്വൈരികളിലൊക്കെ അതീതനാണ്, പരമാത്മതത്വം തന്നെയാണെന്നൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീരാമ ഭഗവാനിൽ ആർക്കാണ് അനന്യഭക്തി ഉള്ളത് അവർക്ക് ജ്ഞാനം ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അത്ര ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി കൂടുതൽ പറയട്ടോ, അത് നമുക്ക് നാളെ ചെയ്യാം. അപ്പം ഞാൻ 12 വായിച്ചപ്പോൾ നിർത്താം.
വദന്തി രാമം പരമേകമാദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം ഭജന്തി അപ്രമത്താഃ പരം പദം യാന്തി തഥൈവ സിദ്ധാഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.